ദൈവം നമുക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന വിടുതലുകളെ വെറും കാര്യസാധ്യമായി മാത്രം കാണാതെ, ആമേൻ, എനിക്ക് വേണ്ടി ദൈവം ചെയ്ത, എനിക്ക് മാത്രമുള്ളത്, എനിക്കും എന്റെ സാമ്രാജ്യം, എനിക്കും എന്റെ കുടുംബം, എനിക്കും എന്റെ ജോലി, എനിക്കും എന്റെ തലമുറയ്ക്കും കിട്ടിയ കാര്യസാധ്യമായി അതിനെ കാണാതെ, അതിനെ ഒരു അടയാളമായി കണ്ട് അതിന്റെ പിന്നിലെ ആത്യന്തിക ഉദ്ദേശങ്ങളെ നാം തിരിച്ചറിയണം, അത് പ്രകടമാക്കണം. ഇന്ന് രാത്രിയിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തെ ആസ്പദമാക്കി ദൈവം എന്നെ ഏൽപ്പിച്ച മറ്റൊരു സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. നമ്മൾ 2-ാം അധ്യായം മുഴുവനുമാണ് ചിന്താവിധേയമാക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിലെ ഭാഗങ്ങൾ പങ്കുവെക്കേണ്ടതിന് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി, അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ക്രൈസ്തവരായ നമുക്കെല്ലാവർക്കും, എല്ലാ ക്രൈസ്തവ സമൂഹങ്ങൾക്കും മനഃപ്പാടമായിരിക്കുന്ന ഒരു ഭാഗമാണ്, വിശേഷാൽ കാനാവിലെ കല്യാണ വീട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് തിരുവെഴുത്തുകളെ, ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കുറിവാക്യം വായിച്ച് തുടങ്ങാനാണെങ്കിൽ, നമ്മൾ ഇന്ന് രാത്രി വായിച്ച 11-ാം അധ്യായം 11-ാം വാക്യം വായിച്ചത് ഈ രാത്രിയിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്ന ആ ഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിനൊരു കുറിവാക്യം എന്ന് നമുക്ക് തരംതിരിക്കാൻ കഴിയില്ല. കാരണം ഈ 2-ാം അധ്യായം മുഴുവനാണ് ഈ സന്ദേശത്തിൽ നമ്മൾ വായിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും മനഃപ്പാടമായ ഭാഗമാകൊണ്ടും വളരെ വേഗം തന്നെ ഓരോ ഭാഗങ്ങളെ വളരെ കൃത്യമായി വിശദീകരിക്കേണ്ടത് കൊണ്ടും ഞാൻ മറ്റൊരു കുറിവാക്യത്തിലേക്ക് പോകുന്നില്ല. 2-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചത്. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. നമ്മളെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സുരക്ഷിതരാണ്. നിങ്ങളുടെ ജോലി മേഖലകളിലൊക്കെ ദൈവം നിങ്ങളെ കാക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ. തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് ദൈവ വചനത്തിലേക്ക് കടന്നു വരാം. ഇവിടെ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭം ഈ 11-ാമത്തെ വാക്യത്തിൽ തന്റെ അത്ഭുത പ്രവൃത്തികളുടെ ആരംഭങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ വാക്യം നിൽക്കുന്നത്. എനിക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം, ഈ പുസ്തകം വളരെ ഇഷ്ടമുള്ള ഭാഗമാണ്. യോഹന്നാന്റെ വെളിപ്പാട് പോലെ തന്നെ പ്രാധാന്യമുള്ള വളരെ ശ്രദ്ധേയമായൊരു പുസ്തകമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന് വെളിപ്പെടുത്തലുകളുടെ പുസ്തകം എന്ന് പറയാൻ കഴിയും, ആ ഒരു പേര് കൊടുക്കാൻ കഴിയും. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം എന്ന് നാം പറയുന്നത് പോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന് വെളിപ്പെടുത്തലുകളുടെ പുസ്തകം എന്ന് നമുക്ക് വളരെ മനോഹരമായി അതിനെ വർണ്ണിക്കാൻ കഴിയും. കാരണം മറ്റുള്ള സുവിശേഷത്തിന്റെ എഴുത്തുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലയിൽ ഒത്തിരി വെളിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട് ഈ യോഹന്നാൻ സുവിശേഷം മുഴുവൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് വെളിപ്പെടുത്തലുകളുടെ പുസ്തകമാണ്. വിശേഷാൽ യോഹന്നാന്റെ ഈ 2-ാം അധ്യായം യേശു കർത്താവിന്റെ പൊതു ശുശ്രൂഷയുടെ ആരംഭഘട്ടം വ്യക്തമാക്കുന്ന പ്രധാന അധ്യായമാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ, പൊതു ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിന്റെ വിവരണം നൽകുന്ന പ്രധാനപ്പെട്ട അധ്യായമാണ്. ഈ അധ്യായത്തിൽ യേശുവിന്റെ ശുശ്രൂഷയെ മനസ്സിലാക്കാനുള്ള, യേശുവിന്റെ ശുശ്രൂഷയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു തുറമുഖം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. സഹോദരം, യേശുവിന്റെ ശുശ്രൂഷ എന്താണ്, ഏത് വിധമാണ്, മുൻപോട്ടുള്ളതെല്ലാം എന്താണ്, ആത്യന്തികമായ ആ 3.5 വർഷത്തെ ശുശ്രൂഷകൾ എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള, ശുശ്രൂഷയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു തുറമുഖമാണ് ഈ 2-ാം അധ്യായം. സ്വതന്ത്രം
പ്രത്യേകിച്ച് നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വരികയാണ്. മറ്റ് ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ പ്രധാനമായ ചിന്താഭാഗത്തേക്ക് മാത്രം കടക്കുകയാണ്. ഈ അധ്യായത്തിൽ, വിശേഷ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളെ, ഈ 2-ാം അധ്യായത്തിൽ അത്ഭുതങ്ങളെ അടയാളമെന്ന് വിശേഷിപ്പിച്ച് തുടങ്ങുകയാണ്. അത്ഭുതങ്ങളെ അടയാളമെന്ന് വിശേഷിപ്പിച്ച് തുടങ്ങി. ഞാൻ കഴിഞ്ഞ ഈ 9-10 ദിവസങ്ങളിൽ പല ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഈ അത്ഭുതങ്ങളിലേക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ അവിടുന്ന് വഴുതി മാറി മറ്റൊരവസരത്തിൽ ഇതിന്റെ ഒരു ശരിയായ ചിത്രം പറയാമെന്ന് പറഞ്ഞ് പലതും ഇങ്ങനെ മാറ്റിവിട്ടിരുന്നു. നമ്മൾ ഇന്ന് രാത്രി ആ പ്രധാന ഭാഗത്തേക്കാണ് വരുന്നത്. സ്തോത്രം. ആമേൻ. കർത്താവ് അയച്ചത് മുഴുവനും, ദൈവം ഈ യാത്രയിൽ സഭയോട് പങ്കുവയ്ക്കാൻ ഏൽപ്പിച്ചത് മുഴുവനും പങ്കുവയ്ക്കണം. ആമേൻ. ഞാൻ ആരംഭ ദിവസത്തിൽ പറഞ്ഞതുപോലെ സമയം കുറവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് പങ്കുവെക്കണം. അതിനുള്ള സമയം സാവകാശമായി മുൻപിലുണ്ട്. ആമേൻ. സ്തോത്രം. വളരെ വേഗം തന്നെ നമുക്ക് വചനത്തിലേക്ക് വരാം. ഈ പൗലോസ് അപ്പോസ്തലൻ നല്ല ശുശ്രൂഷകൾ തീർക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്. ആമേൻ. വീടുതോറും പറഞ്ഞു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ മുഴുവനായി അറിയിച്ചു തന്നു എന്നൊരു പ്രാഗൽഭ്യം. അതാണ് ശുശ്രൂഷയുടെ വിജയം. എത്ര പേര് കൈകൊട്ടി, എത്ര പേര് ആമേൻ പറഞ്ഞു, ആമേൻ, എത്ര പേര് അതിൽ സന്തോഷിച്ചു. അതല്ല ശുശ്രൂഷയുടെ വിജയം. ആമേൻ. പ്രയോജനമുള്ളതെല്ലാം, ദൈവം ഏൽപ്പിച്ചതെല്ലാം അറിയിച്ചു എന്ന് പറയുന്നിടത്താണ് പ്രാഗൽഭ്യമുള്ളത്. ഞാനും അതിന് ദൈവം എന്നെ ഏൽപ്പിച്ച ഭാഗങ്ങളെ വളരെ നിയോഗത്തോടെ നിങ്ങളിലേക്ക് പങ്കുവെക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരു വാചകം പോലും മറ്റൊരിക്കൽ പറയാമെന്ന് പറഞ്ഞത് ആമേൻ ഒരിക്കലും പറയാതെ പോകില്ല. നമ്മൾ അത്ഭുതങ്ങളെ ചില ഇടങ്ങളിൽ ഒരു ചെറിയൊരു വഴങ്ങിയ രീതിയിൽ പറഞ്ഞു വിട്ടിരുന്നു. അതിലൊരു പ്രധാനമായ വചനത്തിന്റെ വെളിപ്പാടിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കടന്നു വരുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് യേശു ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയാണ്. സുവിശേഷങ്ങളിൽ മറ്റെല്ലാ സുവിശേഷത്തിലെ എഴുത്തുകളിലും, മത്തായി, മർക്കോസ്, ലൂക്കോസ് തുടങ്ങിയ എഴുത്തുകളിലൊക്കെ, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യേശുവിന്റെ പ്രവർത്തികളെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നു. അത്ഭുതം എന്നതിന് ഡൈനാമിസ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനാമിസ്, ശക്തി വെളിപ്പെടുത്തുക, അത്ഭുത ശക്തിയെ കാണിക്കുക, ശക്തിയെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് ഡൈനാമിസ്, ശക്തിയെ വെളിപ്പെടുത്തുക. എന്നാൽ അടയാളം എന്നുള്ള അടയാളം സൈനാണ്. സൈൻ എന്ന വാക്ക് സെമിയോൺ എന്ന വാക്കാണ് ഗ്രീക്കിൽ കിടക്കുന്നത്. അടയാളമാണ്, ചിഹ്നമാണ്, സൂചനയാണ്. ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന അർത്ഥസൂചികയാണ് ചിഹ്നം. അടയാളങ്ങളെ പറയുന്നത് ചിഹ്നമാണെന്നാണ്. സഹോദരം, ഇത് ഒരു കാര്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന അർത്ഥസൂചികയാണ്. സെമിയോൺ എന്ന പദം നമുക്ക് വ്യക്തമാക്കുന്നത് വെറുമൊരു അത്ഭുതത്തെ അല്ല, അതിന്റെ പിന്നിലെ വ്യക്തിയെയും അത് നമുക്ക് നൽകുന്ന സന്ദേശത്തെയും ചൂണ്ടിക്കാണിക്കുകയാണ്. ആമേൻ. അതിന്റെ പിന്നിലെ വ്യക്തിയെയും സന്ദേശത്തെയും ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ആദ്യ ഭാഗത്ത് നിന്ന് ദൈവമക്കളോടൊരു കാര്യം പറയാം. ദൈവം നമുക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന വിടുതലുകളെ വെറും കാര്യസാധ്യമായി മാത്രം കാണാതെ, ആമേൻ, എനിക്ക് വേണ്ടി ദൈവം ചെയ്ത, എനിക്ക് മാത്രമുള്ളത്, എനിക്കും എന്റെ സാമ്രാജ്യം, എനിക്കും എന്റെ കുടുംബം, എനിക്കും എന്റെ ജോലി, എനിക്കും എന്റെ തലമുറയ്ക്കും കിട്ടിയ കാര്യസാധ്യമായി അതിനെ കാണാതെ, അതിനെ ഒരു അടയാളമായി കണ്ട് അതിന്റെ പിന്നിലെ ആത്യന്തിക ഉദ്ദേശങ്ങളെ നാം തിരിച്ചറിയണം, അത് പ്രകടമാക്കണം. ഹല്ലേലൂയ. തിരുവെഴുത്തുകളിലെ പല ചരിത്രങ്ങളിലൂടെ നമ്മൾ പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അല്ല, നമ്മളിലൊക്കെ വെളിപ്പെട്ട അത്ഭുതങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരുവൻ മാത്രം ആനന്ദിക്കാൻ എന്റെ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരാൾ മാത്രം സന്തോഷിക്കാൻ വേണ്ടി കർത്താവ് ഒന്നും ചെയ്യുന്നില്ല.
കർത്താവ് എന്നിലേക്ക് ആ അത്ഭുതം ആ സമയത്ത് ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് ദൈവത്തിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ എന്നെ അല്ലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എന്റെ അത്ഭുതങ്ങളിലൂടെ മറ്റ് ചിലരെ കണ്ടുകൊണ്ട്, മറ്റ് ചില ദേശങ്ങളെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു ചില സംഭവങ്ങളെ കർത്താവിന് ചെയ്യേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ് അത്ഭുതങ്ങൾ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, അത്ഭുതങ്ങളെ വെറും കാര്യസാധ്യമായി മാത്രം കാണരുത്. അത്ഭുതങ്ങളെ കാര്യസാധ്യമായി മാത്രം കാണുന്നിടത്താണ് ഇത് പരാജയങ്ങൾ സംഭവിക്കുന്നത്. ആമേൻ. പ്രധാനപ്പെട്ട പാഠങ്ങളിലേക്ക് വരാം. എന്താണ് അത്ഭുതം? ദൈവമക്കളെ, അത്ഭുതം നടക്കേണ്ടതിന്റെ അതിപ്രധാനമായ മേഖല, അത്ഭുതം നമ്മുടെ ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവാണ്. അത്ഭുതം നമ്മുടെ കർത്താവിന് നമ്മളോടുള്ള മനസ്സലിവാണ്. വാക്യങ്ങൾ വായിക്കേണ്ടതില്ല, എങ്കിലും ഞാൻ പറഞ്ഞു വിടാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം, 15-ാം അധ്യായം 32-ാമത്തെ വാക്യം, 20-ാം അധ്യായം 24-ാമത്തെ വാക്യം, 1-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇവിടെ എല്ലാം നാം പഠിക്കുമ്പോൾ ഒന്നുകൂടെ പറയാം. മത്തായി സുവിശേഷം 14-ന്റെ 14, 15-ന്റെ 32, 20-ന്റെ 24, മർക്കോസിന്റെ സുവിശേഷം 1-ന്റെ 41, 7-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യമാണ് മനസ്സിലാകുന്നത്. അവിടെ എല്ലാ അത്ഭുതങ്ങളുടെ മുൻപിൽ കർത്താവിന് തന്നെ അനുഗമിച്ചവനോടുള്ള മനസ്സലിവാണ് നമ്മൾ അവിടെ കാണുന്നത്. സ്വതന്ത്രം, കർത്താവിന് നമ്മളോടുള്ള മനസ്സലിവാണ്. അത്ഭുതങ്ങൾ പ്രാപിച്ചിട്ട് ആള് കളിക്കരുത്. എനിക്ക് വിടുതൽ കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് പ്രശംസിക്കാൻ അനുവാദമില്ല. ആമേൻ. ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവ് മാത്രമാണ് അത്ഭുതം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മിപ്പിച്ചു, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ അത്ഭുതങ്ങളുടെ ആധാരം ആമേൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിശുദ്ധ ജീവിതമല്ല. പിറുപിറുത്താലും മന്ന കിട്ടും, പിറുപിറുത്താലും മന്ന കിട്ടും, മത്സരിച്ചാലും ഇറച്ചി കിട്ടും. കാര്യസാധ്യങ്ങൾ മാത്രം നടന്നാൽ മതിയെങ്കിൽ ആമേൻ പലപ്പോഴും എല്ലാറ്റിനും ഒന്നും ലഭിക്കണമെന്നുമില്ല. സാഹചര്യങ്ങളൊക്കെ കണ്ട് ദൈവം നമ്മളോട് കാണിക്കുന്ന മനസ്സലിവ് മാത്രമാണ്. ഒരിടത്തും അത്ഭുതങ്ങളിൽ നമ്മൾ പ്രശംസിക്കരുത്. നടത്തി എന്ന് പറയാൻ ഇവിടെ ആർക്കും അനുവാദമില്ല. ആമേൻ. എനിക്കൊരു അത്ഭുതം കിട്ടി എന്നതിലും ആമേൻ നമുക്ക് പുകഴാൻ അനുവാദമില്ല. ആമേൻ. തന്ന കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്കിന്ന് രാത്രി ആ വാക്ക് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടണം. ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ ഈ രാജ്യത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ നോക്കുന്നത് രാജ്യങ്ങളുടെ വലിപ്പമാണ്, ആയുധങ്ങളുടെ ശേഖരണമാണ്, ആമേൻ, അധികാരത്തിന്റെ വലിപ്പമാണ്. എന്നാൽ എല്ലാ ഇടങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ആമേൻ. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കരത്തിൽ നീർതോട് കണക്കെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ മനസ്സലിവ് ഞങ്ങളുടെ രാജ്യത്തിന്റെ മേലൊന്ന് വെളിപ്പെടണമേ എന്ന്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പ്രാപിക്കുന്ന അത്ഭുതങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, പനി മാറുന്നതാകട്ടെ, ആമേൻ, മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതാകട്ടെ, അത്ഭുതങ്ങൾ ഏതിരുന്നാലും അടയാളങ്ങൾ ഏതിരുന്നാലും അത് നമ്മുടെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന മനസ്സലിവ് മാത്രമാണ്. സഹോദരാ, അത്ഭുതങ്ങൾക്ക് നിങ്ങൾ നോക്കണം. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു 10 പേരോടും ഒരുപോലെയാണ് മനസ്സലിയുന്നത്.
യേശു 10 പേർക്കും ഒരുപോലെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവർ പ്രാപിച്ച അത്ഭുതവുമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി 10 പേർ. നിങ്ങൾ ആ 10 പേരും നോക്കിക്കേ. 10 പേരും കരഞ്ഞു, 10 പേരും നിലവിളിച്ചു, 10 പേരും യേശുവേ എന്ന് വിളിച്ചു, 10 പേരും പറഞ്ഞു കരുണ തോന്നണമേ എന്ന്. 10 പേർക്ക് സൗഖ്യം കിട്ടി. പക്ഷേ ആമേൻ, 10 പേരിൽ 9 പേരും സൗഖ്യവുമായി അവരവരുടെ വീടുകളിലേക്ക്, അവരവരുടെ സാധാരണ പെരുമാറ്റത്തിലേക്ക്, അവരവരുടെ സാധാരണ മനോഭാവത്തിലേക്ക് അവർ തിരികെ പോവുകയായിരുന്നു. സ്വതന്ത്രം. എന്നാൽ ആ മടങ്ങി വന്ന ഒരുവനെ കാണണം. മടങ്ങി വന്ന ഒരുവൻ അവൻ അത്ഭുതത്തിലേക്ക് നോക്കി. മറ്റവരെല്ലാം അത്ഭുതം കണ്ട് ആമേൻ പറഞ്ഞ്, വിടുതൽ കിട്ടി സ്വോത്രം പറഞ്ഞ്, തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് അവരവരുടെ സാധാരണ ജീവിതം ആസ്വദിക്കുമ്പോൾ ഒരുവൻ മാത്രം തിരിച്ചു വരികയാണ്. ആമേൻ. അതാണ് അത്ഭുതത്തിന്റെ ആത്യന്തിക ഉദ്ദേശം. അത്ഭുതത്തിന് ആത്യന്തികമായൊരു ഉദ്ദേശമുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇത് അടയാളമാണ്. ഇതിന്റെ പിന്നിലൊരു നിയോഗമുണ്ട്. ഞാനതിന് കൃത്യമായ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. സ്വതന്ത്രം. അപ്പോൾ ഈ പോയ 9 പേരല്ല കർത്താവിന് വിഷയം. അത്ഭുതം ചെയ്തു എന്നോർത്ത് കർത്താവ് അതിൽ അനുദമിക്കുന്നതുമില്ല. 9 പേർ അവരുടെ അത്ഭുതമായി അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് പോയപ്പോൾ ഒരുവനും, ഇവരെല്ലാവരും പോകുന്നു, ഒരുവൻ മാത്രം അവൻ അത്ഭുതത്തിലേക്ക് നോക്കിയിട്ട് അത്ഭുതത്തെ അല്ല കണ്ട് ചെയ്ത കർത്താവിനെയാണ് കണ്ടത്. ആ തിരിച്ചറിവ് ഒരുത്തനിൽ വരുത്തുക എന്നുള്ളതാണ് അത്ഭുതം ആമേൻ ചെയ്യുന്ന ആത്യന്തികമായ ഉദ്ദേശം. സ്വതന്ത്രം. അവൻ ആ അത്ഭുതത്തിലേക്ക് നോക്കി, അവനവന്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് തനിക്ക് കിട്ടിയ മികച്ച വിടുതലല്ല, ആ വിടുതൽ കൊടുത്ത കർത്താവിന്റെ അധികാരമാണ്. അവൻ അവിടെ നിന്ന് വീണ്ടും അലറി വിളിച്ചുകൊണ്ട്, ആദ്യമേ വിളിച്ച വിളിയേക്കാൾ ഉപരിയായി നിലവിളിച്ചുകൊണ്ട് ഓടി യേശുവിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീഴുകയാണ്. ദൈവമക്കളെ, ദാനമല്ല വലുത്, ദാതാവാണ്. ആമേൻ. അത്ഭുതം അല്ല വലുത്, അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് വലുത്. വിടുതലുകൾ നമ്മളെ ദൈവമഹത്വത്തിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ അത്ഭുതങ്ങൾ അത് പ്രയോജനപ്പെടുന്നില്ല. സ്വത്രം. ആമേൻ. ആമേൻ. നിങ്ങൾ നോക്കൂ, ഈ 10 പേരിൽ 9 പേരും അവരവരുടെ വഴിക്ക് പോയി. എനിക്ക് തോന്നുന്നു ആത്മീയ ലോകത്തിൽ ഭൂരിഭാഗം പേരും ഈ 9 പേരുടെ നിരയിലാണ്. ഒരു ചുരുക്കം മാത്രമേ ഉള്ളൂ മടങ്ങി വന്ന ഒരുവന്റെ നിലയിൽ കർത്താവിന്റെ. പത്രോസിനെ നിങ്ങൾ കണ്ടോ? നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പത്രോസിന്റെ വിടുതലിനെ കുറിച്ച് പറയുന്നുണ്ട്. പടക് നിറയെ മത്സ്യം വാരിക്കൂട്ടിയിട്ട് വാട്ട് എ വണ്ടർഫുൾ മിറക്കിൾ എന്ന് പറഞ്ഞ് അവിടെ അവൻ ആവേശം കൊണ്ടില്ല. പടക് നിറയെ മീൻ വാരിക്കൂട്ടിയിട്ട് അവൻ ഉടനടി പറയുകയാണ്, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, നീ എന്നെ വിട്ട് പോകണം. ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, അത്ഭുതങ്ങൾ ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവാണ്. അപ്പുറത്തിരിക്കുന്ന ആകെ കിട്ടിയതിനേക്കാൾ മികച്ച അത്ഭുതം കിട്ടുമ്പോൾ സന്തോഷിക്കരുത്, ആനന്ദിക്കണം, നന്ദി പറയണം, അതിൽ ആവേശം കൊള്ളരുത്. അവൻ നൽകിയ മനസ്സലിവാണെന്നോർത്ത് ദൈവത്തിന് കീഴ്പ്പെടണം, വീണ്ടും വിധേയപ്പെടണം. മറ്റവൻ ആ അത്ഭുതം ഇല്ലേലും നിൽക്കും കേട്ടോ. സ്വത്രം. ചിലടത്ത് നമ്മളെ വിടുവിച്ചു, ചിലരെ വിടുവിച്ചിട്ട് ചിലരെ വിടുവിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ആമേൻ. ചിലർക്കും അന്നേരം വിടുതൽ ദൈവം തരും. ഈ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടാൽ മതി, നേരിട്ട് കർത്താവ് തന്നെ തൊടണമെന്നില്ല. വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടാലും വിടുതലൊക്കെ നടക്കും. പക്ഷെ അടുത്തൊരാൾ നിങ്ങൾ അധികം വില കൊടുത്തിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം കർത്താവ് പറയായിരിക്കും ഇത് മാറുകയില്ലെന്ന്. കാരണം ഇവന് സൗഖ്യം കിട്ടിയാലേ നിൽക്കൂ, മറ്റവൻ സൗഖ്യം ഇല്ലേലും നിൽക്കും. ഹല്ലേലൂയ. അവർ രണ്ടുപേരുടെയും ആ ദൈവാശ്രയത്തിലുള്ള അളവാണ് അവിടെ. സ്വത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ക്ലോസ് അവിടെ വെക്കുകയാണ്. നമ്മൾ ഈ ഒരു മെത്തേഡ് മറ്റൊരു രാത്രിയിൽ കർത്താവിൻ്റെ ഓരോ താമസാൽ നമ്മളത് പങ്കുവയ്ക്കും. ഞാൻ ഈ പറഞ്ഞ ഭാഗം എന്തുകൊണ്ടാണ് ചിലർ അത്ഭുതം കാണുന്നത്, ചിലർ അത്ഭുതം കാണുന്നില്ല, അത് പരീക്ഷ എന്നൊരു മറ്റൊരു വിഷയത്തെ ആമേൻ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തെ ഒന്ന് നന്നായി പഠിച്ചു മുൻപോട്ട് വരും. സ്വത്രം. ഇല്ല, ഇനിയിപ്പോൾ അങ്ങനെ അതിന് മറ്റൊരു ദിവസത്തേക്ക് വെക്കണമെന്ന് നമുക്ക് ആ ഒരു ഭാഗം പറഞ്ഞ് മുമ്പോട്ട് പോകാം.
പഴയ നിയമത്തിൽ നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് ഒന്ന് വരാം. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നൊരു ഭാഗം. സോദരം സംഖ്യാപുസ്തകം 31 അധ്യായം ഞാൻ ആ ഭാഗം പറഞ്ഞു വരാം. യുദ്ധത്തിന് പോയിരുന്ന വീരന്മാരോട് ദൈവം പറഞ്ഞിരുന്നിരിക്കുന്ന നിയമമുണ്ട്. സ്തോത്രം. ഒരു മിനിറ്റ്, ഞാൻ തന്നെ എടുത്തു തരാം. 22 അധ്യായം സംഖ്യാപുസ്തകം 32 അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ഓക്കെ. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ ഒരു മിനിറ്റ്, ഞാൻ എടുത്ത് ക്ഷമിക്കണേ, പെട്ടെന്ന് ഓടി വന്നൊരു ഭാഗമാണ്. പൊന്ന്, വെള്ളി, ചെമ്പ്, 31-ന്റെ 22, 23 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു ഭാഗമാണ്. പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളിയം, കാരിയം മുതലായി തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെ തീയിലിട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. എങ്കിലും ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. 7-ാം ദിവസം വസ്ത്രം അലക്കി മതി. ഇവിടെ ഈ 21 മുതലുള്ള 23 വരെയുള്ള വാക്യങ്ങളാണ്. അമ്മേ, മറ്റൊരു സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് വലിച്ചു നീട്ടുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു. അത്ര ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ സ്ഥിതിക്ക് ആ ഭാഗം ഒന്ന് പറഞ്ഞു പോകും. ഇവിടെ പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞൊരു വാക്കാണ്. ഏകദേശം 6ഓളം ലോഹങ്ങളുടെ പേര് പറയാം. 6ഓളം ലോഹങ്ങള്: പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളിയം, കാരിയം മുതലായി ഇങ്ങനെ 6 കൂട്ടം ലോഹങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ് ഇതിനെ ശോധന കഴിക്കുന്ന 2 മേഖല. ഈ 6 കൂട്ടം ലോഹങ്ങളെ ഇടേണ്ട 2 മേഖല: ഒന്ന്, അതിനെ തീയിലിടണം; 2, അതിനെ വെള്ളത്തിലിടണം. ആദ്യം അതിനെ തീയിലിടണം, രണ്ടാമത് അതിനെ വെള്ളത്തിലിടണം. സോദരം, 66 സങ്കീർത്തനത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്: ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കിടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. സോദരം, അപ്പോൾ ഇവിടെ പറഞ്ഞ് ഈ 6 കൂട്ടം ലോഹങ്ങളെ പറഞ്ഞിട്ട് പറയും ഇതിനെ പരിശോധന കഴിക്കേണ്ട, ഇതിനെ ശോധന ചെയ്യേണ്ട 2 മേഖലയാണ്. എന്ത്? തീയ്, വെള്ളം. എന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവരെ തീയിലിടുന്നത്? ഈ 6 കൂട്ടം ലോഹത്തിലെ എന്തിന് തീയിലിടുന്നു, എന്തിന് വെള്ളത്തിലിടുന്നു? എന്തിന് തീയിലിടുന്നു, എന്തിന് വെള്ളത്തിലിടുന്നു? ആ 22ാമത്തെ വാക്യം തീർന്ന് 23ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ മുതലായി തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെ തീയിലിട്ടെടുക്കണം. അതിന്റെ അർത്ഥം ഈ തീ കൊണ്ട് നശിക്കില്ല എന്ന ആ ലോഹത്തിന്റെ മേലുള്ള അതിന്റെ മൂല്യം, ഇത് നശിക്കില്ല എന്നതുകൊണ്ടാണ് അത് ആ തീക്കകത്തേക്ക് ഇട്ടത്. സോദരം, അമ്മേ, തീക്കകത്തേട്ട് ഇത് നശിക്കില്ല. തീയിൽ വീണ് മണിക്കൂർ കഴിഞ്ഞിട്ടല്ല അതിന്റെ റിസൾട്ട് പറഞ്ഞത്, തീയിൽ കടത്തുന്നതിന് മുമ്പേ പറഞ്ഞു ഇത് ഈ തീ കൊണ്ട് നശിക്കില്ല. എന്നിട്ട് 2ാമത്തെ കാര്യം അവിടെ പറയുന്നു. അതിന്റെ റിസൾട്ട്, ആദ്യം അതിന്റെ മൂല്യം പറയുന്നു, 2 അതിന്റെ റിസൾട്ട് പറയുന്നു. എന്താണ് അതിന്റെ ആ ഫലം? എന്താണ്? എന്നാൽ അത് ശുദ്ധമാകും. ഹല്ലേലൂയ. എന്നാൽ അധികം തീയിലൂടെ ഒക്കെ പോകേണ്ടി വരുമ്പോൾ ഒന്ന് തീയിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് കയറി വന്നപ്പോഴാ പറഞ്ഞ് കുറച്ചു നേരം അതിനെ വെള്ളത്തിലൂടെ ഒന്ന് മുക്കി പിടിച്ചേക്കാൻ. ഒരിടത്തുനിന്ന് കയറി വന്നപ്പോഴാണ് അടുത്ത പ്രശ്നത്തിലൂടെ ഒന്ന് മുക്കി പിടിച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് തീയും വെള്ളമൊക്കെ മാറി മാറി വരുന്നത്?
നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ചിലയിടത്തുനിന്ന് കരകയറാൻ പറ്റാത്തതിന്റെ മറ്റൊരു കാര്യം പറയാം. ഈ പ്രശ്നങ്ങൾ കൊണ്ട്, ഈ തീ കൊണ്ട് നിങ്ങൾ തളരില്ല, തകരില്ല എന്ന് ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. ശൂലം മാറുകയില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടല്ല കർത്താവ് പറഞ്ഞ, ഡയറക്റ്റ് ആയിട്ടാ പറഞ്ഞത് അല്ലേ? എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ഇല്ല, ഇത് മാറുകയില്ല. നമ്മളോടാണേലോ നമ്മളെങ്ങാണം പറയുക, ഈ സഹോദര ഈ വിഷയത്തിൽ വിടുതലില്ലെന്ന് പച്ചയ്ക്ക് പറയുമോ? ഇല്ല, നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണത്. ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു വിടുതലില്ലെന്ന് നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞ അന്ന് ലാസ്റ്റ് മീറ്റിംഗ് ആണ്. പിന്നെ ആ ഏരിയ വിളിക്കില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് ഇത് നടക്കാതിരിക്കാൻ തക്കതായ ചില എതിർപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം കൂടെ പിശാചിന്റെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ച് വളഞ്ഞൊരു ദൂതൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. സ്വത്രം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവമക്കളെ, നിങ്ങളൊരു ആത്മീയതയുടെ തികവിലേക്ക് എത്തണം, ഒരു പക്വതയിലേക്ക് എത്തണം. നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ ദൈവം ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് പറയത്തക്കവണ്ണമുള്ള ഒരു വളർച്ചയിലേക്ക് എത്തണം. അബ്രഹാമിനോട് സ്വന്തം മോനെ നീ അവിടം വരെ ഒന്ന് കൊണ്ടുവരാവോ, ബാക്കി ഞാൻ നോക്കിക്കോളാന്നല്ല, യാഗം കഴിക്കാവോ എന്ന് എന്താണോ ദൈവം ആഗ്രഹിച്ച ആ ആത്യന്തിക പദ്ധതി തുറന്ന് സംസാരിക്കാൻ പാകത്തിന് ദൈവവും താനും തമ്മിലുള്ള ബന്ധം ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവത്തിന് വളരെ സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. വളഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല, നേരിട്ട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ശബ്ദങ്ങളെ ഏറ്റെടുത്ത് ധൈര്യം പ്രാപിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ചില വിഷയത്തിൽ വിടുതൽ. ഞാൻ നോക്കിയപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് സന്തോഷത്തോടെ പോവുകയാണ്. ശൂലം മാറത്തില്ലെന്ന് അറിഞ്ഞപ്പോഴും പിണങ്ങിയല്ല എഴുന്നേറ്റ് പോകുന്നത്, ചിരിച്ച മുഖത്തോടെ പോകുന്നത്. അതെന്നാ പൗലോസേ, ഏതായാലും മാറുകയില്ലെന്ന് അറിഞ്ഞല്ലോ, അതിനായി സ്തോത്രം. ഇനി ഇത് എന്ന് മാറും ഓർത്ത് ആദ്യം കയറേണ്ട കാര്യമുണ്ടോ? മാറത്തില്ല എന്നറിഞ്ഞു, അതിനായി സ്തോത്രം. നമ്മളാ ഇല്ല, നോ എന്നൊക്കെയുള്ള ശബ്ദം നമ്മൾ പലപ്പോഴും ഒരു നെഗറ്റീവ് ടോണിലാണ് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. തീയും വെള്ളത്തിലൊക്കെ മാറി കിടക്കേണ്ടി വരുന്നവരാരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, അധികം ദൈവനാമത്തിനു വേണ്ടി കൊടുത്തിട്ടും അധികം ഓടിയിട്ടും അധികം ഭക്തിയോടെ നിന്നിട്ടും നീതിയോടെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും വിശുദ്ധിയോടെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും ഒന്നുമാറി പലത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും നിങ്ങൾ ആ വിഷയവും നിങ്ങളുമായി താരതമ്യം ചെയ്ത് വേദനപ്പെടാതെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞിട്ട്, ദൈവത്തിനറിയാം ഈ വിഷയത്തിൽ നിങ്ങൾ തളരില്ല. എന്തിനാണ് തീ, എന്തിനാണ് വെള്ളം? നിങ്ങളുടെ മൂല്യം വലുതാണ് പ്രിയരെ. ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് പറയാം. കർത്താവ് നൽകുന്ന ശബ്ദം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പങ്കുവയ്ക്കുകയാണ്. അമ്മേൻ. ഈ തീക്കകത്ത് നിന്ന് നിങ്ങൾ ഇതിനകത്ത് കിടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തീയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ തീയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കടത്തിയ ദൈവത്തിന്റെ, അല്ലെങ്കിൽ ആ കടത്തിയ യജമാനന്റെ കരം അവിടെ ഉണ്ട്. തീയിലിട്ടിട്ട് പോവുകയല്ലല്ലോ. അവിടെ ഒരു പ്രോസസ്സിങ് നടക്കുകയല്ലേ, അവിടെ ഒരു പ്രവൃത്തി നടക്കുകയല്ലേ. കടത്തിയവൻ കൂടുണ്ട്. അവന്റെ കണ്ണുകൾ നിന്റെ മേലുണ്ട്. അവന്റെ സ്വപ്നങ്ങൾ നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീ തുടരാൻ അവൻ സമ്മതിക്കില്ല കേട്ടോ. ചില ഹൃദയങ്ങളെ നോക്കി, ചില വ്യക്തിത്വങ്ങളെ നോക്കി ഇന്ന് രാത്രി ദൈവാത്മ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ തീ തുടരാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. തീയിലും വെള്ളത്തിലും മാറി കിടന്നു. ഇനി വേറൊരു ഗ്രൂപ്പുണ്ട്, ചിലപ്പോൾ നമ്മുടെ സഭയ്ക്കകത്തും കാണും. അമ്മേ, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലുണ്ട്. തൊട്ടടുത്ത വാക്യത്തിൽ അവരെ കുറിച്ച് പറയാണ്, എന്നാൽ തീയിൽ നശിച്ചു പോകുന്നതൊക്കെയും നിങ്ങൾ അവരെ വെള്ളത്തിൽ മാത്രം ഇട്ടാൽ മതി, ശുദ്ധീകരണ ജലത്തിൽ മാത്രം ഇട്ടാൽ മതി എന്ന്. അതെന്താ അർത്ഥം? തീയെന്ന് എഴുതി കാണിക്കുമ്പോഴേ വിറയ്ക്കുന്നൊരു ടീമുണ്ട്. അവർക്ക് തീയില്ല, അവർക്ക് വെള്ളത്തിൽ മാത്രം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ തീയിലും വെള്ളത്തിലും വീഴുന്നവനോട് വെള്ളത്തിൽ മാത്രം വീഴുന്നവന് ചെറിയൊരു പുച്ഛമുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇത്രയും വില കൊടുത്തിട്ടും ഈ തീക്കൊന്നും മാറ്റമില്ലല്ലോ, ഞങ്ങളൊക്കെ ഇന്നലെ ഇങ്ങോട്ട് വന്ന് വലിയ വിശുദ്ധന്മാരൊന്നും അല്ലേ, നിങ്ങളത്രയും പ്രശ്നമൊന്നും ഞങ്ങൾക്ക് ഇല്ല. കർത്താവിനറിയാം ഇവന് തീ പറ്റുകയായിരുന്നു, കാരണം ഇവന്റെ മൂല്യം വ്യത്യാസമാണ്. ആമേൻ, ആമേൻ. തീയിൽ നശിച്ചു. തീയെന്ന് എഴുതി കാണിച്ചാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരെ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ
അവർക്ക് കാഷ്വാലിറ്റി ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് OP-യിൽ വരിക, തുണ്ട് കാണിക്കുക, മരുന്ന് വാങ്ങിക്കുക, പോവുക. പക്ഷെ മറ്റവനെ ICU കിടത്തിയാലും തകരുകയില്ലെന്ന് ദൈവത്തിനറിയാം. അമ്മേ, ഒറ്റപ്പെട്ടാലും അവിടെ ഉടഞ്ഞു പോകില്ലെന്ന് ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് മുൻപോട്ട് ചിലയിടത്ത് അത്ഭുതങ്ങൾ നടക്കുന്നതും നടക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലും ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. നമ്മൾ പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച പലതും ആ സമയങ്ങളിൽ നടക്കാതിരിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് ആത്യന്തികമായ ഉദ്ദേശങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം, നമ്മൾ പ്രോഗ്രാം ചെയ്ത പ്രകാരം ചില അത്ഭുതങ്ങൾ നടന്നില്ലെന്നോർത്തുകൊണ്ട് നിങ്ങൾ ആദി കയറരുത്, ആശങ്കപ്പെടരുത്. ചിലപ്പോൾ നിങ്ങൾ അതിന് നഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മെ സംബന്ധിച്ച് മുഴുവൻ ഉത്തരവാദിത്വമുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. പണം സംബന്ധിച്ച് നിങ്ങൾ അധിക ഭാരം പേറരുത്. പണം സംബന്ധിച്ച് അധിക ഭാരം പേറരുത്. ശരീരത്തിലെ രോഗങ്ങളുടെ പേരിൽ അധിക ഭാരം പേറരുത്. ഹല്ലേലൂയ. പിശാച് നിങ്ങളെ മുറിപ്പെടുത്താൻ സാധ്യതകൾ തിരക്കുന്ന പിശാചിന് ആയുധമില്ല കേട്ടോ. പിശാചിന് ആയുധമില്ല. നമ്മുടെ സാഹചര്യങ്ങൾ അവൻ നമുക്കെതിരെയുള്ള ആയുധങ്ങളാക്കും. നമ്മുടെ വൈകാരികതകൾ അവൻ നമുക്കെതിരെയുള്ള ആയുധങ്ങളാക്കുമ്പോൾ ചിലതിനെ കണ്ടറിഞ്ഞ് അമ്മേ, ചിലയിടത്ത് വൈകിയാലും ചില വിടുതലുകൾ താമസിച്ചാലും അധൈര്യപ്പെട്ടു പോകാതെ എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നൊരു ദൈവം എനിക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹാലിൽ തളർന്നു പോകരുത് കേട്ടോ, തളർന്നു പോകരുത്. വിടുതലില്ല എന്ന് പറഞ്ഞു വിടുമ്പോഴും അല്ലെങ്കിൽ ശൂലം മാറില്ല എന്ന തിരിച്ചറിവ് കിട്ടുമ്പോഴും തളർന്നു പോകാതെ വീണ്ടും മുന്നോട്ടാണ് അദ്ദേഹം ഓടുന്നത്, പുറകോട്ടല്ല. ആമേൻ. നമുക്ക് മുന്നേറാം. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ചിലവൊന്നും, കാരണം നമ്മൾ പ്ലാൻ ചെയ്തതിനകത്ത് ഒത്തിരി പോരായ്മകളുണ്ടാകാം. ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ പോരായ്മകളില്ല. ദൈവം നീതി വെളിപ്പെടുന്ന ദൈവമാണ്. ദൈവം വൻകാര്യങ്ങൾ ചെയ്ത് കർത്താവ് നിയോഗം നൽകുന്നൊരു ഭാഗം ഞാൻ പറയുകയാണ്. നിങ്ങളെ സംബന്ധിക്കുന്ന സകലത്തിന്മേതെയും ഉത്തരവാദിത്തമുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, അത്ഭുതങ്ങളും നമ്മളും മാത്രമായി ഒതുങ്ങിപ്പോവുക. അതാണ് ഇവിടെ പരാജയം സംഭവിക്കുന്നത്. നമ്മളൊരു വിടുതൽ കിട്ടുന്നു, ആമേൻ പറയുന്നു. അത്ഭുതങ്ങൾ കിട്ടുന്നു, ആമേൻ പറയുന്നു. അവിടം കൊണ്ട് നമ്മൾ എനിക്ക് അത്ഭുതം കിട്ടിയത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സലിവ് മാത്രമാണ്. അത്ഭുതത്തിൻ്റെ ആധാരം വിശുദ്ധ ജീവിതമല്ല. ആമേൻ. അത്ഭുതത്തിൻ്റെ ആധാരം മനസ്സലിവാണ്. അത്ഭുതത്തിൻ്റെ ആധാരം ആശ്രയമാണ്. നിങ്ങൾ ആശ്രയിക്കുന്നു, നമ്മളവല്ല ആശ്രയിക്കുന്നു. കർത്താവ് വിടുതൽ നൽകുന്നു. അത്ഭുതത്തിൻ്റെ ആധാരം ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ടല്ല തരുന്നത്, ഞാനതിന് യോഗ്യനല്ല. പക്ഷെ കർത്താവിന് എന്നെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി, കർത്താവ് ചെയ്യുക. അതാണ് നമ്മൾ ഈ പുതിയ നിയമത്തിൽ നിന്നാണ് കുഷ്ഠം മാറണമെങ്കിൽ, അത്ഭുതം നടക്കണമെങ്കിൽ യേശുവിനെ അനുഗമിച്ചില്ലേലും കുഷ്ഠം മാറും. യേശുവിനെ അനുഗമിക്കാത്തവൻ്റെയും കുഷ്ഠം മാറിയില്ലേ? കാര്യങ്ങൾ നടന്നില്ലേ? കാര്യസാധ്യമായ അത്ഭുതങ്ങളെ കാണാതെ അതിനെ ഒരു അടയാളമായി കാണുമ്പോഴാണ് അതിന് യഥാർത്ഥ ഫലം നമ്മിൽ ഉണ്ടാകുന്നത്. സ്തോത്രം. ഇനി എന്താണ് അത്ഭുതം? അത്ഭുതം ഒരു വേദിയാണ്. അത്ഭുതം ഒരു വേദിയാണ്. നിങ്ങളൊരു അത്ഭുതം ചെയ്യുമ്പോൾ, നിങ്ങളൊരു വിടുതൽ കർത്താവ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, ആ അത്ഭുതത്തെ ദൈവം മറ്റൊരു സന്ദേശത്തിന്, മറ്റൊരു ദൗത്യ നിർവഹണത്തിന് ആമേൻ ദൈവത്തിനൊരു വേദിയാക്കുകയാണ്. സഹോദരം, ഞാനൊരു കാര്യം ദൈവം കൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങളുടെ മനോഭാവം ഒരു മിഷൻ ഓറിയന്റഡ് ആയിട്ടൊന്ന് മാറാമോ? സഹോദരം, എൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് മാത്രമല്ല, അത് ദൈവത്തിൻ്റെ മഹത്വത്തിന്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക്, ദൈവികമായ ആമേൻ പ്രവർത്തികൾക്ക് അതൊരു വേദിയാണ് എന്ന് അത് പറയാൻ കഴിയുമോ?
അതിനെ ആ വിധത്തിൽ ദൈവമക്കളെ, നിങ്ങൾ ഒരു 2 പ്രധാന കാര്യം ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധികളെ, നിങ്ങൾ നിങ്ങളുടെ പ്രതികൂലങ്ങളെ നാം വെളിപ്പാടോടെ കാണണം. അയ്യോ, എനിക്ക് വന്നൊരു വിപത്തായി അതിനെ കാണാതെ, നമുക്ക് വന്നൊരു പ്രശ്നമായി മാത്രം ഇതിനെ കാണാതെ, നിങ്ങളുടെ കഷ്ടങ്ങളെ, നിങ്ങളുടെ പ്രതിസന്ധികളെ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ നിങ്ങൾ വെളിപ്പാടോടെ കാണ്. നിങ്ങൾ പുതിയ നിയമത്തിന്റെ ഭക്തൻ എന്ന നിലയിൽ ആ പുതിയ നിയമത്തിന്റെ വെളിപ്പാടോടെ ആ വിഷയങ്ങളെ കാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചിൽ പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ. കഷ്ടത കാണാതെ പൗലോസ് അപ്പോസ്തലൻ കഷ്ടതയുടെ പിന്നിലെ കരത്തെ കാണുകയും അതിന്റെ ആത്യന്തിക ഉദ്ദേശം കാണുകയും ചെയ്തതുപോലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപെടുത്തുന്ന ആര് എന്ന് ചോദിക്കുമ്പോൾ കഷ്ടമല്ല കണ്ടേ, പ്രതികൂലമല്ല കണ്ടേ, അല്ലെങ്കിൽ ആ കഷ്ടതയെ താൻ വെളിപ്പാടോടെ കാണുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധികളെ വെളിപ്പാടോടെ കാണൂ. മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ദൈവിക വിടുതലുകളെ അതിനെ നാം വെളിപ്പാടോടെ കാണണം. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളെ, ദൈവം നൽകുന്ന നന്മകളെ അത് വെളിപ്പാടോടെ കാണും. എനിക്ക് മാത്രം ആനന്ദിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് മാത്രം സന്തോഷിക്കാനുള്ളതല്ല, ചിലരും കൂടെ കർത്താവിനെ അറിയത്തക്കവണ്ണം. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഇതൊരു വേദിയാണ്, ഇതൊരു വാതിലാണ്. അത്ഭുതം ഒരു വാതിലാണ്. അത്ഭുതം ഒരു വാതിലാണ്. അത്ഭുതം ഒരു സന്ദേശമാണ്. അത്ഭുതം ഒരു സന്ദേശമാണ്. ചിലർക്കിതൊരു മുന്നറിയിപ്പാണ്. അത്ഭുതം ഒരു വേദിയാണ്. അത്ഭുതം ഒരു വാതിലാണ്. അത്ഭുതം ഒരു സന്ദേശമാണ്. അത്ഭുതം അതൊരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പാണ്. ദൈവമക്കളെ, ചില ബലഹീനത, ചിലരോട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ചില എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. കർത്താവിന്റെ ദാസനെ, ചിലരുടെ ജീവിതത്തിലൊക്കെ പോരായ്മകൾ ഉള്ളപ്പോഴും അവർ ഭയങ്കര അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അല്ലെ, പോരായ്മകൾ ഉള്ളപ്പോഴും അവർക്ക് വിടുതൽ. കർത്താവ് തന്റെ മനസ്സറിയിൽ കൊടുക്കുന്ന വിടുതലുകൾ ഒരു വിധത്തിൽ അവന്റെ മാനസാന്തരത്തിലേക്കുള്ള മുന്നറിയിപ്പും കൂടാണ്. ഇത്രയൊക്കെ കുരുത്തക്കേട് ചെയ്യുമ്പോഴും അമ്മേൻ, ഞാൻ നിന്നെ തകർക്കാതെ നിന്നെ കരുതുന്നുണ്ട്. അതവിടെ രൂപാന്തരപ്പെടാനാണ്. ആ അത്ഭുതങ്ങൾ കണ്ടിട്ട്, അടയാളങ്ങൾ കണ്ടിട്ട്, ദൈവം കൊടുത്ത അവസരങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് ആ മുന്നറിയിപ്പുകളെ ഗ്രഹിക്കാതെ, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ദൈവിക പദ്ധതിയെ ഗ്രഹിക്കാതെ വീണ്ടും ഹൃദയം മരവിച്ചവരായ അതിൽ തുടരുമ്പോഴാണ് അതിനെ ദൈവം തമ്പുരാനൂടെ കൈവിട്ട് കളയുന്നത്. സ്വതന്ത്രം പറഞ്ഞത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മടങ്ങി വരാം. നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു വേദിയാണ്, ഇതൊരു വാതിലാണ്. നിങ്ങൾക്ക് പനി മാറുമ്പോൾ അത്ഭുതങ്ങൾ, നിങ്ങൾ എഴുന്നേറ്റൊരു സാക്ഷ്യം പറയുന്നില്ല, എൻ്റെ പനി മാറി അമ്മേ. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, മറ്റൊരാൾക്കും കൂടെ ഒരു ധൈര്യത്തിലേക്ക്, മറ്റൊരാളും കൂടെ ക്രിസ്തുവിനെ ആശ്രയിക്കത്തക്കവണ്ണം, മറ്റൊരാളും കൂടെ കർത്താവിലേക്ക് വരത്തക്കവണ്ണം അതൊരു വാതിലാണ്. ഇതൊരു സന്ദേശമാണ്. നമ്മളെ കുറേ വർഷമല്ല, 2020 ശേഷമാണ്, 21 തോന്നുന്നു, ഒരു സൂം മീറ്റിങ്ങിൽ ദൈവദിനം സംസാരിച്ചിരുന്നു. ആദ്യമായി ഞാൻ നമ്മുടെ EPA ചർച്ചിന്റെ മീറ്റിങ്ങിൽ സൂമിൽ ദൈവദിനം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മളന്ന് യോഹന്നാന്റെ സുവിശേഷം 12ഉം 11ഉമാണ് ധ്യാനിച്ചത്. ലാസറിന്റെ അത്ഭുതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, സന്ദേശങ്ങളൊക്കെ നിങ്ങൾ മറന്നാലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഓർത്തേ പറ്റത്തുള്ളൂ. ശ്രോത്രം, എന്നോട് ഞാൻ ഇപ്പോൾ 21 ദിവസം ഒരു ചർച്ചിലാന്ന് പറഞ്ഞപ്പോൾ ചിലരോട് ചോദിച്ചു എങ്ങനെയാണ് ശ്രോത്രം. അപ്പം ഞാനും പഠിക്കുകയും ദൈവശബ്ദം ഏറ്റെടുക്കുകയും ഞാൻ വളരെ ആനന്ദമുള്ളവനാണ് കേട്ടോ. ഒത്തിരി ആശങ്കയൊന്നുമില്ല, വളരെ സന്തോഷത്തോടു കൂടെയാണ് ഓരോ സെഷനിലും ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. ആമേൻ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് എത്ര പേർ ഓർമ്മയുണ്ടെന്ന് നിങ്ങൾ ആ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും. ശ്രോത്രം, നിങ്ങൾ നോക്കൂ, അവിടെ പറഞ്ഞു ലാസറിന്റെ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു ഭാഗം, ഞാൻ 1-2 കാര്യങ്ങൾ അതിൽ നിന്ന് ആവർത്തിച്ച് പറയുകയാണ്. ലാസർ ദീനമായി കിടക്കുമ്പോഴേ കർത്താവ് പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല മഹത്വത്തിനാണെന്ന്. വാസ്തവത്തിൽ ആ ചാപ്റ്റർ നമ്മൾ അന്ന് പറഞ്ഞൊരു ഭാഗം ഇതാണ്. ഇത് ലാസറിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആ വാക്ക്. നമ്മൾ പലപ്പോഴും ഈ മഹത്വം കൊണ്ട് സ്ഥാപിക്കുന്നത് അസാധാരണത്വമുള്ള ഒരു അത്ഭുതത്തിലേക്കാണ് ആ മഹത്വം കൊണ്ട് സ്ഥാപിക്കുന്നത്.
നിങ്ങൾ ആ 11-ാം അധ്യായം ഉയർപ്പ് കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കാതെ ലാസറിന്റെ ആ ഉയർപ്പും തുടർന്നുള്ള ഭാഗമെല്ലാം കൃത്യമായി പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ലാസർ കണ്ട അത്ഭുതം വെറും കാര്യസാധ്യമല്ല, അത് അടയാളമാണ്, അതൊരു വേദിയാണ്, അത് വാതിലാണ്, അത് ശത്രുവിനൊരു സന്ദേശമാണ്. ആ ഭാഗം വളരെ ഗൗരവമായി ധ്യാനിക്കുമ്പോൾ അറിയാം. നമ്മളെന്താണെന്നറിയാം, നമ്മൾ ഉയർപ്പ് വരെ കരയും, അല്ലെങ്കിൽ അത്ഭുതം വരെ റിസ്ക് എടുക്കും. അത്ഭുതം വരെ വേണമെങ്കിൽ 7 വെള്ളിയാഴ്ച ഇരിക്കും, അവസാനത്തെ വെള്ളിയാഴ്ച വെള്ളം പോലും കുടിക്കാതെ ഇരുന്ന് കളയും. അത്ഭുതം വരെ റിസ്ക് എടുക്കും, അത്ഭുതം കഴിഞ്ഞ് ഫ്രീ ആകും. നമുക്ക് ആ കാര്യസാധ്യം വരെ എത്തിയാൽ മതി. കാര്യസാധ്യം വരെ എത്തുകയല്ല, അതിന്റെ അർത്ഥം അറിയണം, അതിന്റെ ഉദ്ദേശം അറിയണം. അത് ശത്രുവിനൊരു മുന്നറിയിപ്പാണ്, സന്ദേശമാണ്. അത് ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ചിലർക്കൊരു വാതിലാണ്, അതൊരു വേദിയാണ്. ഇവിടെ ശത്രു ആ ഭാഗത്ത് വളരെ ഗൗരവമായി ഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ലാസർ ഉയർത്തത് കണ്ട് വാവ് വണ്ടർഫുൾ മിറക്കിൾ എന്ന് പറയുമ്പോൾ ശത്രു കണ്ടത് ലാസറിന്റെ ഉയർപ്പല്ല, ഉയർപ്പിച്ചവന്റെ മരണമാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഈ ഭാഗമെല്ലാം പറഞ്ഞു പ്രസംഗിച്ചു പോയ ഭാഗമാണ്. അവിടെ ഇത് അത്ഭുതം ഈ ദീനം മരണത്തിലല്ല മഹത്വത്തിലാണെന്ന് പറയുമ്പോൾ ലാസറിനെ എങ്ങനെയും ഉയർപ്പിക്കണോന്ന് വെച്ച് പറഞ്ഞതല്ല. ലാസറിന്റെ ദീനവും മരണവും ഉയർപ്പുമെല്ലാം തനിക്ക് തന്റെ ചില സന്ദേശങ്ങൾ അറിയിക്കേണ്ടതിന്, തന്റെ പദ്ധതികൾ ഓർമ്മപ്പെടുത്തേണ്ടതിന്, ചിലർ ദൈവത്തെ ഭയപ്പെടേണ്ടതിന് ദൈവം അതിനൊരു വേദിയാക്കുകയാണ്, അതിനൊരു വാതിലാക്കുകയാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ പ്രാപിക്കുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ. ദൈവമക്കളെ, യേശു ഉള്ളിടത്തെല്ലാം അത്ഭുതം ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കണം, ഇന്ന് രാത്രി വീര്യപ്രവൃത്തികൾ നടക്കണം. ഈ അത്ഭുതങ്ങൾ നടക്കാതിരിക്കുന്നതാണ് അത്ഭുതം. കർത്താവ് ഉള്ളിടത്തെല്ലാം അത്ഭുതമുണ്ട്, കർത്താവ് ഉള്ളിടത്ത് അത്ഭുതങ്ങൾ നടക്കണം. പക്ഷെ അത്ഭുതം നടത്താൻ വേണ്ടി തത്രപ്പാട് പെട്ടിട്ടില്ല യേശു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അത്ഭുതം എന്തിനാണ് എന്നും കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രിയിലെ ഭാഗം നമുക്ക് അവസാനിപ്പിക്കുക. അത്ഭുതം എന്തിനാണ്? അത്ഭുതം ഒരു വേദിയാണ്, വാതിലാണ്, സന്ദേശമാണ്, ഒരു മുന്നറിയിപ്പാണ്. ഇനി അത്ഭുതം എന്തിനാണ്? ദൈവബോധം ഉളവാക്കാനാണ്, ദൈവബോധം ഉളവാക്കാനാണ്. സ്തോത്രം. പ്രാപിക്കുന്ന ഞാനല്ല മികച്ചത്. അടയാളം എന്ന അർത്ഥത്തിലാണ് ഇത് പറഞ്ഞു വരുന്നത്. അത്ഭുതത്തെ അടയാളം എന്ന അർത്ഥത്തിൽ. അത്ഭുതത്തെ അത്ഭുതം മാത്രമായി കാണുമ്പോൾ അതെന്റെ കാര്യസാധ്യം മാത്രമാണ്. പക്ഷെ അതിനെ വെറും കാര്യസാധ്യമായി മാത്രം കാണാതെ അതിനെ അടയാളമായി കാണുമ്പോഴാണ് ഞാൻ പ്രാപിച്ച അത്ഭുതത്തിന് മറ്റെന്തോ എന്നിൽ ചെയ്യാനുണ്ട്. ചില അത്ഭുതങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ദൈവസന്നിധി കരയണം. കർത്താവേ, ഒരു യോഗ്യതയില്ല, കർത്താവ് എനിക്ക് തന്ന അത്ഭുതം, ഇതിന്റെ പിന്നിൽ ആത്യന്തിക ഉദ്ദേശം എന്താണ്? അതൊന്ന് ഗ്രഹിക്കാനുള്ളൊരു വരം എനിക്ക് തരണം, അതിനെ ഒന്ന് പ്രകടമാക്കാനുള്ളൊരു ആ കൃപ എനിക്കും തരണം, എന്റെ കണ്ണുകളെ തുറക്കണം. അങ്ങനൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. സഹോദരം, നിങ്ങൾ നോക്കൂ, ഇത് ദൈവബോധം ഉളവാക്കാനാണ്, ഇത് മാനസാന്തരപ്പെടാനാണ്, ഇത് മാനസാന്തരപ്പെടാനാണ്. മത്തായി സുവിശേഷം 11:23, മത്തായി സുവിശേഷം 11:23 ഞാൻ തന്നെ വായിക്കാം. മത്തായി സുവിശേഷം 11: നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അതിന്നു വരെ നിലനിൽക്കുമായിരുന്നു. സോദരാ, കഫർന്നഹൂമിനോട് കർത്താവ് പറഞ്ഞ വാക്കാണ്. കഫർന്നഹൂമിനോട് കർത്താവ് പറയാം, നീയോ കഫർന്നഹൂമേ. നമ്മൾ യോഹന്നാന്റെ 2-ാം അധ്യായം വായിച്ചെടുത്തും കഫർന്നഹൂമിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ ഒരു ഇടമായിരുന്നു, ശുശ്രൂഷയുടെ തുടക്കകാലങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു. പക്ഷെ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ഒത്തിരി ചെയ്തു, വീര്യപ്രവൃത്തി ഒത്തിരി ചെയ്തു. പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടില്ല. ദൈവമക്കളെ, അത്ഭുതങ്ങൾ വെറും കാര്യസാധ്യമായി കാണാതെ നമ്മുടെ മാനസാന്തരത്തിനാണ്, നമ്മുടെ രൂപാന്തരത്തിനാണ്, നമ്മൾ ഒന്നും കൂടെ ദൈവത്തോട് അടുത്തു വരാനാണ്. കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞല്ലോ, അവർ നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തമാണ് നടക്കാതിരുന്നത്. ചിലയിടങ്ങളിൽ അത്ഭുതം നടക്കാതിരിക്കുന്നതിന്റെ കാരണം കൂടി വരുന്ന സഭയുടെ പ്രത്യേകതയല്ല. അവിടെ അത്ഭുതം ഇല്ലല്ലോ, മറ്റിടത്ത് അത്ഭുതം ഉണ്ടല്ലോ, അവിടെ വീര്യപ്രവൃത്തി, ഇവിടെ വീര്യപ്രവൃത്തി ഉണ്ടല്ലോ. നമ്മൾ മറ്റൊന്നും
കൂടി വരുന്ന ഇടത്തിന്റെ പ്രത്യേകതയല്ല, വന്ന നമ്മുടെ പ്രത്യേകതയാണ് നടക്കാതിരിക്കുന്നത്. നമ്മളെ ബിൽഡിങ്ങിനെ പറഞ്ഞ്, ഡിനോമിനേഷനെ പറഞ്ഞ്, നടത്തിപ്പുകാരെ പറഞ്ഞ് അവിടെ പോയിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലെന്നറിഞ്ഞ് മറ്റൊന്നിലേക്ക് പോകും. ജീവകാലം നമുക്ക് മാറ്റം ഉണ്ടാവില്ല. അത്ഭുതങ്ങൾ നമ്മിൽ നടക്കണമെങ്കിൽ രൂപാന്തരപ്പെടണം. നമ്മളിലാണ് വീര്യപ്രവൃത്തികൾ നടക്കുന്നത്. ഒന്ന്, രൂപാന്തരപ്പെടാൻ. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്ഭുതം നടന്നില്ല. ഇവിടെ പറഞ്ഞ മാനസാന്തരത്തിലാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്തു, അടയാളങ്ങൾ ഒത്തിരി ചെയ്തു, വീര്യപ്രവർത്തികൾ ഒത്തിരി ചെയ്തു, പക്ഷെ മാനസാന്തരപ്പെട്ടില്ല. അത്ഭുതങ്ങൾ പ്രാപിച്ച് കരഞ്ഞ് വിടുതലേറ്റെടുത്ത് തള്ളവരളിൽ കുത്തിപ്പൊങ്ങി സാക്ഷ്യം പറഞ്ഞ് അമ്മേ നമ്മൾ വലിയ ആളുകൾ വെച്ചിട്ട് കാര്യമില്ല. അത്ഭുതങ്ങൾ എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്താനുള്ളതാണ്. മാനസാന്തര അനിവാര്യം. ചിലർ കഫർന്നഹൂമിന്റെ അനുഭവത്തിലാണ്. അവർക്ക് വിടുതൽ നടക്കണം, കാര്യം നടക്കണം, കൃത്യമായി കാര്യങ്ങൾ പറയണം, കൃത്യമായി കാര്യങ്ങൾ അറിയണം. ആത്മീയ ജീവിതം സുഖജീവിതമല്ല കേട്ടോ, ജയജീവിതമാണ്. ജയജീവിതം. മാനസാന്തരപ്പെടണം. അത്ഭുതങ്ങൾ നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. അത്ഭുതങ്ങൾ നമ്മളെ പണിയുകയാണ്. അത്ഭുതങ്ങൾ നമ്മളെ ഒന്നുകൂടെ അവനിലേക്ക് ഒരുക്കിയെടുക്കുകയാണ്. അതല്ലേ ആ 10 പേരിൽ 9 പേരില്ലാത്ത രൂപാന്തരം ആ ഒരുവനിലുണ്ടായില്ലേ? അവൻ വന്ന് സറണ്ടർ ആയില്ലേ? അവൻ വന്ന് കീഴ്പ്പെട്ടില്ലേ? അവൻ വന്ന് കവിണ്ണു വീണില്ലേ? അവൻ യേശുവിനടുക്കിലേക്ക് ഓടി വന്നില്ലേ? അത്ഭുതങ്ങളുമായി സ്റ്റാർ ആകുന്ന 9 പേരെക്കാൾ ഇന്ന് രാത്രി നമുക്കൊന്ന് മടങ്ങി വന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന അത്ഭുതങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ പ്രിയരെ, മറ്റൊരാൾ അത്ഭുതവുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. നിങ്ങൾ അത്ഭുതങ്ങളെ ഭാവന കാണരുത്. അമ്മേ, നമ്മൾ ഏറ്റെടുക്കുന്ന വിടുതലുകളുമായി അവങ്കിലേക്ക് ഒന്ന് ഓടി വരാം. അവന്റെ മുമ്പാകെ ഒന്ന് കവിണ്ണു വീഴാം. നമുക്കൊന്ന് രൂപാന്തരപ്പെടാം. അത്ഭുതങ്ങൾ സുവിശേഷീകരണത്തിന്റെ വേദിയായി മാറണം. സുവിശേഷീകരണം നടക്കാണ് അത്ഭുതം. അത്ഭുതങ്ങൾ സുവിശേഷീകരണം നടക്കാനാണ്. ഞാൻ ഇവിടെ മറ്റൊരു കാര്യം പറയാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിലെ വിടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗം ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയി. പെന്തക്കോസ്തുകാരെ സ്വാധീനിച്ചത് മുഴുവനും ചങ്ങല പൊട്ടിയതും ചങ്ങലയും ബന്ധനവും ഒക്കെ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അതാണ് നമ്മളെ സ്വാധീനിച്ചേക്കുന്നേ. ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. തെറ്റല്ല, അവർ അത്ഭുതം പ്രാപിച്ചു. പക്ഷെ ആ അത്ഭുതം അവരെ ആവേശം കൊള്ളിച്ചില്ല. അവർ ഏറ്റെടുത്ത് അവരുടെ ചങ്ങല പൊട്ടിയത്, അവരുടെ വാതിൽ തുറന്നത്, അടിസ്ഥാനങ്ങൾ ഇളകിയത്. എന്നാ ശീലാസെ നമുക്ക് രക്ഷപ്പെടാൻ കർത്താവ് ചെയ്ത ദൈവം ഇറങ്ങി ചെയ്ത ശീലാസെ വിട്ടേക്കാന്നല്ല പറഞ്ഞേ. അവര് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നീ നിനക്ക് തന്നെ ദോഷമൊന്നും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? കരങ്ങൾ കരുതി ഹല്ലേലൂയ പറഞ്ഞാണ്ടേ. ആമേൻ. നീ നിനക്ക് തന്നെ ദോഷമൊന്നും ചെയ്ത് ഞങ്ങൾ ഇവിടെ തന്നെ. വാസ്തവത്തിൽ നമ്മളിതൊന്നും വായിച്ചിട്ട് ഇവിടെങ്ങും അല്ല. ഇന്നത്തെ ആത്മീയ ലോകം ആ ഭാഗം വരെ വായിച്ചിട്ട് ഇവിടെങ്ങും അല്ല. അവര് പിന്നെ ബഹളം കൂട്ടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരവിടെ തന്നെ ഉണ്ട്. കാരണം അവർക്കറിയാം ഇപ്പോൾ ഞങ്ങൾ പ്രാപിച്ച വിടുതൽ കേവലം ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഞങ്ങളുടെ ശരീരത്തിന്റെ ചങ്ങല അഴിയുന്നതല്ല, നിന്റെ പാപത്തിന്റെ ചങ്ങല അഴിയുന്ന വാതിലാണ്. ദൈവമക്കൾ എല്ലാവരും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ മിഷൻ ഓറിയന്റഡ് ആയിരിക്കണം. സുവിശേഷ ദാഹമുള്ളവരായിരിക്കും. അവിടെയാണ് സഭ ജയിച്ചു മുന്നേറുന്നത്. ചിലർ ഉപദേശം മുറുകെ പിടിക്കും, സുവിശേഷം തഴഞ്ഞു കളയും. വിശുദ്ധി കൂടിയിട്ട് 4 പേരോട് മിണ്ടാ നടക്കാറുണ്ട്. സുവിശേഷ ദർശനത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കം സകലരും മിഷൻ ഓറിയന്റഡ് ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഉന്നതങ്ങൾ എത്തട്ടെ, ഉന്നത രാജ്യങ്ങൾ കരസ്ഥമാകട്ടെ, ഉന്നതമായ പദവികളിൽ എത്തട്ടെ, ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കട്ടെ, ശ്രേഷ്ഠമേറിയ ജോലി മേഖലകൾ അവരെത്തട്ടെ. പക്ഷെ അവർ മിഷണറി ആയിരിക്കണം, മിഷൻ ഓറിയന്റഡ് ആയിരിക്കണം. അവരുടെ അകത്ത് സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. യേശുവിനെ കുറിച്ച് പറയാൻ അവർ വെമ്പൽ കൊണ്ടിരിക്കണം. ആ മനോഭാവത്തോടെ നിങ്ങൾ നോക്കണം.
കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നത്. അവർ പറയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം ഈ ചങ്ങല പൊട്ടിയതും ഞങ്ങളുടെ ശരീരത്തിൽ കണ്ട വിടുതലൊന്നും ഞങ്ങളെ ആവേശം കൊള്ളിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ആരാണെന്നുള്ള ബോധ്യമുണ്ട്. ഞങ്ങളിനകത്ത് കയറിയപ്പോഴും ഇത് കിടക്കുമ്പോഴൊക്കെ ഈ അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിലൊക്കെ ഞങ്ങളുടെ അകത്തൊരു സുവിശേഷത്തിന്റെ ജ്വാല ഉണ്ട്. സ്വത്രം, ഞങ്ങൾക്ക് വിടുതൽ കിട്ടി, ഞങ്ങൾ സേഫായല്ലോ. ഇതല്ല ആത്മീയത. എൻ്റെ പാട്ട്, എൻ്റെ പ്രാർത്ഥന, മറ്റൊരുത്തൻ്റെ ചങ്ങല പൊട്ടുന്നു, മറ്റൊരുത്തൻ വിടിവിക്കപ്പെടുന്നു, മറ്റൊരുത്തൻ ക്രിസ്തുവിനെ ഭയപ്പെടുന്നു. അതായിരിക്കണം കാഴ്ചപ്പാടിലേക്ക് വരേണ്ടുന്നത്. സ്വത്രം, ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു. ഏതാ? നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കും. നിന്ദിച്ചവരുടെ നടുവിൽ മുന്നടന്ന ഭക്തന്മാരൊക്കെ ഇത് ചവറന്നെണ്ണിയവർ. സ്വതന്ത്രം, ലോകം തരുന്ന പേരും പെരുമയൊന്നും നമുക്ക് വേണ്ട. നിന്ദിച്ചവരുടെ നടുവിലൊക്കെ മാനിച്ചിട്ട് മുഴ മാറ്റി മുടന്ത് മാറ്റി എല്ലാം ചെയ്ത് സ്വതന്ത്രം ഉടുത്തൊരുങ്ങി സെറ്റപ്പായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ചില രോഗങ്ങൾ ഇരിക്കെ തന്നെ. സോറി, അത്ഭുതങ്ങൾ വലിയ സംഭവമായിരുന്നെങ്കിൽ കർത്താവ് അത് തന്നെ തുടർന്നേനെ. അത്ഭുതം ഒരു വാതിലാണ്, എല്ലാവരും ചെയ്ത് അകത്ത് കയറ്റിയിട്ട് പിന്നീട് കർത്താവ് ദൈവരാജ്യം സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്. ദൈവരാജ്യ പ്രവേശനം സംബന്ധിച്ച് പറയുമ്പോൾ ഈ കൈ നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ അതിനെ വെട്ടി കളയണം. എന്നെ ഒരു ദയയില്ലാതല്ലേ കർത്താവ് പറയുന്നേ. കൈ നിനക്ക് ഇടർച്ച വരുന്നു, കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ ചൂഴ്ന്നെടുത്ത് കളക. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ഭൂമിയിൽ പ്രാപിക്കുന്ന സംരക്ഷണങ്ങളും ഈ ഭൂമിയിൽ നേടുന്ന നന്മകളും വിടുതലുകളൊന്നും നമ്മളെ അവിടെ എത്തിക്കത്തില്ല. ഇത് ജഡസംരക്ഷണത്തിന്റെ മാർഗമല്ല. അത്ഭുതങ്ങളെ നിങ്ങൾ അധികമായ ദൈവത്തെ ആശ്രയിക്കുക, അത്ഭുതത്തെ ആശ്രയിക്കരുത്. അത്ഭുതം തണലാണ്, വാഗ്ദത്തം തണലാണ്, അത് സപ്പോർട്ടാണ്, അത് ബലമാണ്, അത് പിന്തുണയേകുന്നതാണ്. അത് നമ്മളൊരു ആത്മീയ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ അതല്ല, ഒരു വേദി മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതിന്റെ കൈ വെട്ടിക്കളക, അല്ലെ കൈ മുറിച്ച് കളക, കണ്ണ് ചൂഴ്ന്നെടുത്ത് കളക എന്ന് പറഞ്ഞപ്പോഴേ ആദ്യത്തെ റോയി ഇരുന്നവരെല്ലാം കൂടെ എഴുന്നിട്ട് എന്നാ എടാ ആദ്യം അത്ഭുതം ചെയ്ത പുള്ളി ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞു, പഴയ പോലെ കൃപയൊന്നുമില്ല, ബാ നമുക്ക് വിട്ടേക്കാം. വരണ്ട കൈയുള്ളവനെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ് ഇപ്പൊ പറയും ഇത് വെട്ടിക്കളയുന്ന. ചെയ്ത കാര്യവും പ്രസംഗിക്കും ഇത് രണ്ടോട് ഒക്കുന്നില്ല. സ്വതന്ത്രം. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് പോവാം. ആദ്യത്തെ റോ, രണ്ടാമത്തെ റോ എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോ അവസാനം കർത്താവ് പറഞ്ഞു, ബ്രദർമാരെ സഹോദരന്മാരെ നിങ്ങൾ പോരുത്, നിങ്ങൾ 12 ഞാനൊന്ന് 13, നമുക്ക് 3 പേർക്കൂടെ പുതിയൊരു ഡിനോമിനേഷൻ ഉണ്ടാക്കാം. പോയവരെല്ലാം വീട്ടിലൊക്കെ പോയിന്ന് കണ്ട് ദൈവരാജ്യത്തിന്റെ ശരിയായ വശം പറയുമ്പോൾ പോന്നൊക്കെ പോട്ടെ. സ്വതന്ത്രം. മാനസാന്തരത്തിനുള്ള അവസരങ്ങളൊന്നും ഉപയോഗിക്കപ്പെടാതെ വീണ്ടും വീണ്ടും ഹൃദയകാഠിന്യത്തിലേക്ക് തുടരുന്നവരൊക്കെ പോട്ടെ. അവരെല്ലാം യോഗസ്ഥലത്ത് നിന്ന് എല്ലാവരും അയ്യോ സ്വതന്ത്രാഴ്ച കുറയുമല്ലോ, വേല നിന്നു. അയ്യോ വേലയൊന്നും നമ്മുടെ അല്ലല്ലോ, കർത്താവിനില്ലാത്ത ഒരു ടെൻഷനും നമുക്ക് വേണ്ട. സ്വതന്ത്രം. കർത്താവിനില്ലാത്ത ഒരു ടെൻഷനും നമുക്ക് വേണ്ട. എല്ലാവരും പിരിഞ്ഞു പോയി. കർത്താവ് അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കും പോകാം. അപ്പൊ അവര് പറഞ്ഞു കർത്താവേ അമ്മേ നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴിയുണ്ട്, നിന്നെ വിട്ടിട്ട് എവിടെ പോകാനാ? മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ എന്നാൽ ലഭിപ്പീൻ, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. പക്ഷെ ഇത് മൂന്നും ചെയ്താൽ സ്വർഗത്തിലോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും. മുട്ടിയാൽ ഇവിടെ തുറക്കും, അതൊക്കെ അപേക്ഷയും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ചിട്ട് അത് വലിയ സംഭവമാണെന്ന് കരുതരുത്. അത്ഭുതങ്ങളല്ല വലുത്, അത്ഭുതങ്ങളുടെ പിന്നിൽ മറ്റൊന്നുണ്ട്. അത്ഭുതങ്ങളെ വെറും കാര്യസാധ്യമായി കാണുക, അതിനെ അടയാളമായി കണ്ട് അതിൻ്റെ പിന്നിലെ കരത്തെയും അത് പ്രവർത്തിച്ച ദൈവത്തെയും, ആമേൻ, ആ ദൈവം ഇതിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, സന്ദേശങ്ങളെ ഗ്രഹിച്ച് അതിനൊന്ന് വിധേയപ്പെടാം. കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളകി
പക്ഷേ ആമേൻ, അവരവിടെ നിശബ്ദരാണ്. അവർക്കറിയാം ഈ അത്ഭുതം ഇവിടെ നടന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ പ്രാപിച്ച വിടുതൽ മറ്റൊരുത്തിനും വേണ്ടി കൂടെയാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? എൻ്റെ സൗഖ്യം എനിക്ക് വേണ്ടിയല്ല, എൻ്റെ വിടുതൽ എനിക്ക് മാത്രമല്ല, അത് മറ്റൊരുത്തിനും കൂടെയാണ്. അവിടെയാണ് നമുക്കിഷ്ടമുള്ള പോഷൻ വരെ വായിച്ച് അവസാനിപ്പിച്ച് എന്നെ കാരാഗൃഹത്തിനകത്ത് ഇട്ടവന്റെ മുമ്പായി. ശുശ്രൂഷയുടെ തുടക്കകാലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പോയി വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരാഗൃഹ പ്രമാണിയെ, അഭിഷിക്തന്മാരെ ബന്ധിച്ച് നീ എവിടെ പോയി കിടന്നാലും നിന്റെ അടിത്തറ ഇളക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. പിന്നീടാണ് ദൈവതരത്തിലെ പഠനത്തിലാണ് മനസ്സിലായത്, എടാ അവനെ മാനസാന്തരപ്പെടുത്താനായതല്ല ഇളക്കി എന്നുള്ള കാര്യം. സ്തോത്രം. നിന്ദിച്ചവരുടെ നടുവിലൊന്നും ഒരു മാന്യത നമുക്ക് വേണ്ട. കർത്താവ് പറഞ്ഞില്ലേ, അമ്മേൻ സമയം തീരുന്നു, കർത്താവ് പറഞ്ഞു അമ്മേൻ എല്ലാം വെട്ടി എറിഞ്ഞ് നിങ്ങൾ കണ്ണ് ഇടർച്ച വരുന്ന എല്ലാം വെട്ടിക്കളണം, ഇടർച്ച വരുന്ന എല്ലാം മാറ്റിക്കളണം, കണ്ണാണേലും കയ്യാണ്. അതിനർത്ഥം എന്താ? അതിനർത്ഥം രോഗമില്ലാതെ, പ്രഷർ ഇല്ലാതെ, ഷുഗർ ഇല്ലാതെ, കൊളസ്ട്രോൾ ഇല്ലാതെ, അമ്മേൻ BP ഇല്ലാതെ, പോരാട്ടം ഇല്ലാതെ, ബന്ധനം ഇല്ലാതെ ഉടുത്തൊരുങ്ങി സെറ്റപ്പായിട്ട് തീ പോകുന്നതിനേക്കാൾ നല്ലത് ചില രോഗങ്ങളൊക്കെ ഇരിക്കുമ്പോഴും ശാരീരികമായ ചിലതൊന്നും നേടിയില്ലെങ്കിലും അതൊന്നും നമ്മുടെ ദൈവരാജ്യ പ്രവേശനത്തിന് ഇടർച്ചയില്ലാതെ അവിടേക്ക് പോകാൻ സ്തോത്രം സമർപ്പിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? നമ്മുടെ കണ്ണുകളടയ്ക്കും. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവനാണ് കേട്ടോ. ഭാരപ്പെടുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങൾ ദൈവസ്ഥയിൽ കരയുന്ന വിഷയങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യാനുണ്ട്. പക്ഷെ അത്ഭുതം മാത്രമായിട്ട് കാണരുത്. ആ അത്ഭുതത്തെ ഒരു അടയാളമായി കണ്ട്, ആ അത്ഭുതത്തെ ദൈവമഹത്വത്തിന് ഒരു വേദിയാക്കിക്കൊണ്ട് അതിനായി സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? എങ്ങനെയും എൻ്റെ കാര്യം നടന്നാൽ മതി എന്നല്ല, കർത്താവ് എൻ്റെ കഷ്ടങ്ങളെ അങ്ങൊന്ന് ഉപയോഗിക്കണം, എൻ്റെ ഈ കഷ്ടങ്ങളിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടത്തക്കവണ്ണം അങ്ങ് എന്താഗ്രഹിക്കുന്നു അതായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എല്ലാ കണ്ണുകളും ദൈവസ്ഥലത്തിൽ നടച്ച് ആർബാന ഹാൽബാന ശാന്താനാദിയ തീയിലും വെള്ളത്തിലൊക്കെ അടക്കേണ്ടി വരുമ്പോഴും തളർന്നു പോകരുത്. നിങ്ങളുടെ മൂല്യം വലുതാണ്. ആരും അനുഭവിക്കാത്ത വിപത്തുകൾ പലതും മാറി മാറി വരുമ്പോഴും ശമന റബാധനാദിയാരബ ഹമേ, ആ കർത്താവിന്റെ കരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവമുഖത്തേക്കൊന്ന് നോക്കാം. എല്ലാവരും വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അമേൻ, ഈ അത്ഭുതങ്ങൾ അതിനെ വേദിയാക്കിയൊന്ന് മാറ്റാൻ, അത്ഭുതങ്ങൾ അമേൻ അതിനെ ഒരു അടയാളമാക്കി മാറ്റിക്കൊണ്ട് കർത്താവ് എന്താണോ എന്നിലൂടെ, നിങ്ങളിലൂടെ, നിങ്ങളുടെ കഷ്ടങ്ങളിലൂടെ, നിങ്ങളുടെ മറുപടികളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കും. സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? അർദ്ധന രഭശാന്തനാഥനാദിയ പിശാച് ചിലപ്പോൾ വലിയ തീയിലേക്ക് തള്ളിയിടും. പക്ഷെ കർത്താവ് അവിടെ നിങ്ങൾക്ക് പരിപാലകനായി ഇറങ്ങി വരും. കാരണം അത് ദൈവത്തിന്, ശത്രുവിനോടൊരു മുന്നറിയിപ്പിനും ദൈവത്തിന്റെ പ്രതികാരത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും ഒക്കെ അതിനൊരു വേദിയാക്കി മാറ്റും. ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിനായി സമർപ്പിക്കുന്നവരെല്ലാം ഒന്ന് കണ്ണടച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. ക്ലേശങ്ങളെല്ലാം മാറി നമ്മൾ ഒരുമിച്ച് ആനന്ദിക്കാൻ സമയമായി. ഒരുമിച്ച് കർത്താവിനെ